നമസ്തേ. അയോധ്യയിലെ വെള്ളി SIT കണ്ടെത്തി കേട്ടോ. എന്നാൽ കേരള മാധ്യമം മൗനം. ധർമ്മസ്ഥല മോഡലിൽ ഹിന്ദുവിനെ ഇകഴ്ത്താൻ ചിലർ കാണിച്ച വ്യഗ്രത. മുഹമ്മദ് മുസ്തഫയ്ക്ക് രാമക്ഷേത്രത്തിൽ വെള്ളി നഷ്ടപ്പെട്ടതിനെ കുറിച്ച് വേവലാതി. ജോൺ പീറ്റർക്കും വേവലാതി. ഏറ്റവും കൂടുതൽ സങ്കടം രാമക്ഷേത്രത്തെ എതിർത്ത് കമ്മി കൊങ്ങി ജിഹാദികൾക്കും അവരുടെ ചാനലുകൾക്കും. SIT കണ്ടെത്തിയത് എന്തെന്ന് അറിയണ്ടേ? എന്നാൽ കേട്ടുള്ളൂ. 1. മോഷണം നടന്നിട്ടില്ല. വെള്ളി ഇഷ്ടികകൾ കാണാതായിട്ടില്ല. 2. ഉരുക്കി സീരിയൽ നമ്പർ 96 പ്രകാരം 8 ഇഷ്ടികകൾ ഉരുക്കാൻ അയച്ചു. ക്ഷേത്രരേഖയിൽ വ്യക്തം. 3. നാണയമാക്കി. ഒരു ബാച്ച് സെക്യൂരിറ്റി പ്രിന്റിംഗ് ആൻഡ് മിന്റിംഗ് കോർപ്പറേഷനിലേക്ക് അയച്ചു. ട്രസ്റ്റിന്റെയും കോർപ്പറേഷന്റെയും ഉദ്യോഗസ്ഥരുടെ ഒപ്പോടെ പട്ടിക SIT കണ്ടെത്തി. 4. രേഖയുണ്ട്. 2020 ജൂലൈ 21, 28 38 കിലോ. ജൂലൈ 29-ന് 25.576 കിലോ വെള്ളി ഇഷ്ടിക സംഭാവനയായി കിട്ടിയതിന് കൃത്യമായ രേഖ. മോഷണം പോയെന്ന് പറഞ്ഞ വെള്ളി ഇഷ്ടികകൾ ഔദ്യോഗിക രേഖയിലുണ്ട്, കാണാതായിട്ടില്ല. അയോധ്യയിൽ 200 കിലോ വെള്ളി ഇഷ്ടിക മോഷണം പോയെന്ന് പറഞ്ഞ് അന്തിച്ചർച്ച നടത്തിയവർക്ക് ഇപ്പോൾ എന്ത് പറ്റി? SIT അന്വേഷിച്ച് 1 ഗ്രാം പോലും മോഷണം പോയിട്ടില്ല, എല്ലാം രേഖയിലുണ്ട്, ഉരുക്കിയതും നാണയമാക്കിയതും കണക്കിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ ചർച്ചകൾ എവിടെ പോയി? ഇത് പാറ്റേൺ ആണ് മക്കളെ. 1. ആരോപണം ഹെഡ്ലൈൻ. 2. തെളിഞ്ഞത് ഫുട്നോട്ട്. അയോധ്യയിൽ വെള്ളി കാണാനില്ല എന്ന് 1-ാം പേജിൽ 72 പോയിന്റ് വലുപ്പത്തിൽ അച്ചടിക്കും. SIT വെള്ളി കാണാതായിട്ടില്ല എന്ന് വന്നാൽ അത് ഉൾപേജിൽ 2 വരി അല്ലെങ്കിൽ വാർത്തയില്ല. കാരണം ഹിന്ദുവിന് എതിരെയുള്ള ആരോപണം വിറ്റുപോകും, തെളിഞ്ഞത് വിറ്റുപോകില്ല. 2. ധർമ്മസ്ഥല മോഡൽ. ധർമ്മസ്ഥലയിൽ 100 കണക്കിന് പെൺകുട്ടികളെ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞ് ഹിന്ദു വിരുദ്ധർ ആഴ്ചകളോളം വെച്ച് വാർത്തയാക്കി. അന്വേഷണം വന്നപ്പോൾ, കോടതി വന്നപ്പോൾ, തെളിവില്ലെന്ന് വന്നപ്പോൾ ആ വാർത്തയുടെ 100-1 പോലും കൊടുത്തില്ല. കാരണം ലക്ഷ്യം വാർത്തയല്ല, സനാതനത്തിനെതിരെ സംശയത്തിന്റെ വിത്ത് വിതയ്ക്കലാണ്. അമ്പലം എന്ന് കേട്ടാൽ കുഴിച്ചിടൽ, കൊള്ള, മോഷണം എന്ന 3 വാക്ക് ജനത്തിന്റെ തലയിൽ കയറ്റണം. 3. ശബരിമല മുതൽ പത്മനാഭൻ വരെ ഒരേ അജണ്ട. ശബരിമല വിഷയത്തിൽ ആചാര ലംഘനം എന്ന് പറഞ്ഞ് ആഘോഷം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിധി എന്ന് പറഞ്ഞ് കണ്ണു തള്ളൽ. മോഷണം പോയെന്ന് പറഞ്ഞ് ബ്രേക്കിംഗ്. അയോധ്യയിൽ ഇഷ്ടിക മോഷണം എന്ന് പറഞ്ഞ് നിലവിളി. 3-ന്റെയും പൊതുവായ അജണ്ട എന്താണ്? ഹിന്ദുവിന്റെ ആരാധനാലയം. ഒരു വശത്ത് വഖഫ് ബോർഡിന്റെ ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി കയ്യേറ്റം, കണക്കില്ലാത്ത പള്ളിക്കൂടം വരുമാനം. അതിനെ ചോദ്യം ചെയ്യാൻ, ആരോപണം നടത്താൻ ആരുമില്ല, ചർച്ചയുമില്ല. മറുവശത്ത് അമ്പലത്തിലെ ഉണ്ടിക കുലിക്കാൽ CAG ഓഡിറ്റിംഗ് വേണം, ED വേണം, പ്രൈം ടൈം വേണം. ഇതിന്റെ പേരാണ് തട്ടിലാക്കൽ. ഹിന്ദുവിന് തോന്നണം എന്റെ അമ്പലം മുഴുവൻ കള്ളന്മാരാണ്, പൂജാരി തൊട്ട് ട്രസ്റ്റി വരെ തട്ടിപ്പാണ്. അങ്ങനെ വിശ്വാസം പോയാൽ പിന്നെ ആൾക്കൂട്ടം വേണ്ട, അമ്പലം സംരക്ഷിക്കാൻ ആരും ഇറങ്ങില്ല. അതാണ് ടാർഗറ്റ്. 4. SIT കണ്ടെത്തിയിട്ടും മിണ്ടാത്തത് എന്തുകൊണ്ട്? കാരണം ലളിതം. മോഷണം എന്ന വാർത്ത ഹിന്ദു വിരുദ്ധരായവർക്ക് രാഷ്ട്രീയ ആയുധമാണ്. മോഷണം നടന്നിട്ടില്ല എന്ന വാർത്ത ആ ആയുധത്തിന്റെ മൂർച്ച കളയും. നിങ്ങൾ ശത്രുവിന് തിരിച്ച് തോക്ക് കൊടുക്കുമോ? ഇല്ല. അതുപോലെ തന്നെ ഹിന്ദു സമൂഹം ഹിന്ദുവിനെതിരെ ഹിന്ദു വിരുദ്ധർ നടത്തുന്ന അജണ്ടകൾ തിരിച്ചറിയേണ്ടതുണ്ട്.